Chapter 7 Permutations and Combinations. Exercise 7.3 അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് ചെയ്യാനുള്ളത്. 8th question. How many words with or without meaning can be formed using all the letters of the word equation using each letter exactly once? Equation എന്ന വാക്കിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് with or without meaning നമുക്ക് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്, അതിന്റെ ഫോർമുല നോക്കിയതാണ്. ലോയൽ എന്ന ഒരു വാക്ക് നമ്മൾ എടുത്തു. അവിടെ ലോയലിനകത്ത് ഓരോ ലെറ്റേഴ്സും എടുത്തുകൊണ്ട് ജംബിൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വേർഡ്സുകളുടെ എണ്ണം, അതായത് ജംബിൾ ഓർഡറായിട്ട് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് നമ്മൾ നോക്കിയതാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ. n1 മാത്രമല്ല, സെയിം ടൈപ്പ്, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറിന്റെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു പോകണം. മലയാളം ഒക്കെ നോക്കിയതായിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് വാക്ക്. ഇക്വേഷൻ അത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, n എത്രയാണ് ഇവിടെ? 1 2 3 4 5 6 7 8 8 വാക്കുകളുണ്ട്. അപ്പൊ നമുക്ക് 8 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഈ എല്ലാം ഒന്നേ ഉള്ളൂ അല്ലെ. Q U A T I O N ഇതെല്ലാം ഓരോന്നും ഒന്നേ ഉള്ളൂ, ഒന്ന് വീതമേ ഉള്ളൂ. അപ്പൊ എന്താ എഴുതേണ്ടത്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു. അപ്പൊ ഇതുപോലെ വേർഡ്സ് തന്നിരുന്നാൽ ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ. അപ്പൊ 8 ഫാക്ടോറിയൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കണം. കാൽക്കുലേറ്ററിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 40320. 9th question. How many words with or without meaning can be made from the letters of the word Monday, assuming that no letter is repeated? If 4 letters are used at a time, all letters are used at a time, all letters are used but first letter is a vowel. Okay. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് മൺഡേ ആണ്. മൺഡേയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 6 ലെറ്റേഴ്സ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് വേർഡ്സ് ഫോം ചെയ്യണം. 4 ലെറ്റേഴ്സേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് കണക്ക് ഫസ്റ്റ് ചെയ്ത ടൈപ്പാണ്. ഫസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? കുറച്ച് നമ്പേഴ്സ് തരുന്നു, ആ നമ്പേഴ്സ് വെച്ചിട്ട് 3 അക്ക നമ്പറുകൾ ഫോം ചെയ്യൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു മൺഡേ എന്നുള്ള വാക്ക് തന്നിട്ട് അതിൽ ലെറ്റേഴ്സ് എടുത്തുകൊണ്ട് വേറെ ലെറ്റേഴ്സ് ഫോം ചെയ്യൂ, 4 ലെറ്റേഴ്സ് വരുന്ന ഒരു വേർഡ് ഫോം ചെയ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ ആ ബോക്സ് വെച്ച് വരച്ചതുപോലെ തന്നെ ചെയ്യാം. 4 ബോക്സ് വരയ്ക്കുക. ഓരോ കോളത്തിലും എത്ര പോസിബിലിറ്റി ഉണ്ട് എന്ന് നോക്കുക. മൺഡേയിൽ നമ്മൾ റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ വിഷയമേ ഇല്ല. നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ് എന്നും പറയുന്നുണ്ട്. നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ്, അതായത് ഒരു ലെറ്റർ എം ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും എം ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി 6 ആണ് അല്ലെ. 4 ലെറ്റേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരു സമയം. അപ്പോ ഫസ്റ്റ് കോളം നമുക്ക് എത്ര രീതിയിൽ ഫിൽ ചെയ്യാം? മാക്സിമം പോസിബിലിറ്റി 6. അടുത്തത് ഒരെണ്ണം ഇവിടെ ഉപയോഗിച്ചു, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ 5, ഇവിടെ 4, ഇവിടെ 3. ആൻസർ ഈസ് 6 into 5 into 4 into 3 which is equal to 360. 360 is the answer. ഇത് പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സിന് നമ്മൾ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ അറേഞ്ച്മെന്റ് ആണ്, ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്യുന്നു. ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി 6 ആണ്. 6p എത്ര എടുക്കുന്നു? അതിനകത്തുനിന്ന് 4 എടുക്കുന്നു. 6p4 is the answer. That is 6 factorial divided by 6 minus 4 factorial അല്ലെ. n factorial divided by n minus r factorial ആണ് npr-ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 6 factorial divided by 2 factorial which is equal to, നമ്മൾ ഓരോന്ന് വിധം കുറച്ച് എഴുതാം. 6 into 5 into 4 into 3 into 2 factorial divided by 2 factorial. ഈ 2 factorial ക്യാൻസൽ ചെയ്തു പോയി. ഇത് തന്നെയാണ് നമുക്ക് മുകളിൽ എഴുതിയ 360. അപ്പൊ ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാം. നിങ്ങൾ നോട്ട്ബുക്കിൽ 2 രീതിയിലും എഴുതി വെക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ബോക്സ് വരയ്ക്കണം? ഒരു 6 കോളമുള്ള ഒരു ചെറിയ ടേബിൾ വരയ്ക്കാം. 4 5 6. അപ്പോൾ ഓരോന്നും നമുക്ക് ഫിൽ ചെയ്തു പോകാം. 6 ലെറ്റേഴ്സ് ആണ് കയ്യിലിരിക്കുന്നത്. നോ ലെറ്റേഴ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. 6 5 4
3, 2, 1. That is, answer is 6 into 5 into 4 into 3 into 2 into 1. That is 6 factorial. 6 factorial is equal to 720. 720 ആണ് ആൻസർ വരുന്നത്. ഇത് പെർമ്യൂട്ടേഷന്റെ രീതിയിലും ചെയ്യാം. 6 ലെറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അറേഞ്ച് ചെയ്യുക. പി എഴുതി എത്ര എണ്ണം എടുക്കാം അറ്റ് എ ടൈം? 6 എടുക്കാം. 6p6. 6p6ന്റെ വാല്യൂ എത്രയാണ്? 6 factorial divided by 6 minus 6 factorial, which is equal to 6 factorial by 0 factorial. 0 factorial value assume ചെയ്തു വെച്ചിട്ടുണ്ട്. That is 1. 6 factorial divided by 1, that is answer is 6 factorial. 6 factorial is 720. അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. All the letters are used, but first letter is a vowel. 6 ഉപയോഗിക്കാം, പക്ഷെ ആദ്യത്തേത് വവൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും 6 കോളം വരയ്ക്കാം. 1, 2, 3, 4, 5, 6. നമുക്ക് ആ മൺഡേ എന്നുള്ള വാക്ക് ഒന്ന് എഴുതി നോക്കാം. മൺഡേ. കണ്ടീഷൻ പറയുന്നുണ്ട് ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ. അപ്പൊ കണ്ടീഷൻ ആദ്യം ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യണം. ആദ്യം എം ഒ വവലാണ്, എയും വവലാണ്. ഇത് രണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? 2 ആണ് ഉപയോഗിക്കേണ്ടത്. മാക്സിമം പോസിബിലിറ്റി 2 ഉള്ളൂ. ഓക്കെ, 2 ഉള്ളൂ. ബാക്കി രണ്ടാമത്തെ പോസിബിലിറ്റി, രണ്ടാമത്തെ കോളത്തിൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? നമുക്ക് 6 ലെറ്റേഴ്സ് കയ്യിലുണ്ട്. ഒരു വവൽ ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു. ബാക്കി കയ്യിലുള്ളത് 5. അപ്പൊ മാക്സിമം പോസിബിലിറ്റി 5. ബാക്കി 4, 3, 2, 1. That is 2 into 5 into 4 into 3 into 2 into 1. That is equal to 2 into 120, 240. ഇത് നമുക്ക് പെർമ്യൂട്ടേഷൻ രീതിയിൽ പറയാം. പെർമ്യൂട്ടേഷൻ രീതിയിൽ എങ്ങനെയാണ് പറയുന്നത്? നമ്മളിത് രണ്ടായിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് നമ്മളിത് ചെയ്യാൻ നമ്മുടെ കയ്യിലായിട്ട് ലെറ്റേഴ്സ് തരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യോ? ഓയും എയും പ്രത്യേകം മാറ്റി വെക്കുന്നു. അതിനകത്തുനിന്ന് അതിനെങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ നമ്മൾ ഓയും എയും മാത്രം മാറ്റി വെക്കുന്നു. അതുപോലെ എം, എൻ, ഡി, വൈ എന്ന ലെറ്റേഴ്സ് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പൊ ഇത് എത്രയൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? 2 ലെറ്റേഴ്സ് ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം എടുക്കാവോ അല്ലെ? 2p1. 2p1 രീതിയിൽ അറേഞ്ച് ചെയ്യാം. 4 ലെറ്റേഴ്സ് ഉണ്ട്. ആ 4നകത്ത് നമ്മൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അല്ലെ. ആ ഒരെണ്ണത്തിനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഒ ആണെങ്കിൽ ഒ, എ ആണെങ്കിൽ എ ആണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ ഒയെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒ ആണ് ഉപയോഗിച്ചെങ്കിൽ എയെ കൊണ്ടുവരാം. അപ്പൊ അവിടെ 5 ലെറ്റേഴ്സ്, 5ന്റെ അവൈലബിലിറ്റി ഉണ്ട്. എത്ര പ്ലേസ് ഫില്ല് ചെയ്യണം? നമ്മൾ ഒരെണ്ണേ ഫില്ല് ചെയ്തോളൂ. ഈ 5 പ്ലേസ് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പം 5 ലെറ്റേഴ്സ് ഉണ്ട്, അതിനെ അറേഞ്ച് ചെയ്യണം 5ഉം എടുത്തുകൊണ്ട്. 5p5. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓർ ഇട്ട് പെർമ്യൂട്ടേഷൻ രീതിയിലാണെങ്കിൽ അങ്ങനെ. ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നുന്നു. ഈ 6 ലെറ്റേഴ്സിന്റെ കോളം വരച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. പെർമ്യൂട്ടേഷന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ബോക്സ് വരച്ച് ചെയ്യാം. പെർമ്യൂട്ടേഷൻ മാത്രമേ നമ്മളിങ്ങനെ ബോക്സ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കോമ്പിനേഷൻ വരുമ്പോൾ, അതായത് സെലക്ഷൻ എന്നുള്ള അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്കും ഇത് തന്നെ ഉപയോഗിക്കണം. ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, 10th question. In how many of the distinct permutation of the letters in Mississippi do the 4 I's not come together? അപ്പോൾ വാക്ക് ഇതാണ്, മിസിസിപ്പി. MISSISSIPPI, മിസിസിപ്പി. അത് കുറെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ. IS, P ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡു ദ 4 I's നോട്ട് കം ടുഗദർ. ഈ I 4 എണ്ണം ഉണ്ടല്ലോ, ആ 4 എണ്ണം ഒരുമിച്ച് വരാതെ എത്ര രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം? അപ്പൊ ഇത് ജമ്പിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഐകളെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ വരും. 4 I'സും ഒരുമിച്ച് വരാതെ എത്ര രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചെയ്യണം. നോട്ട് കം ടുഗദർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. I ഒരുമിച്ച് വരുന്ന എത്ര കേസ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ അറേഞ്ച്മെന്റ് നോക്കാം. എന്നിട്ട് ടോട്ടലിൽ നിന്ന് I ഒരുമിച്ച് വരുന്ന കേസ് മൈനസ് ചെയ്താൽ I ഒരുമിച്ച് വരാത്ത കേസിന്റെ നമ്പർ നമുക്ക് കിട്ടും. എന്തായാലും ഇതിനകത്ത് ടോട്ടൽ അറേഞ്ച്മെന്റ്സ് നോക്കാം. ടോട്ടൽ അറേഞ്ച്മെന്റ്സ്, അതായത് ഈ ജമ്പിൾ ഒരു കണ്ടീഷനും ഇല്ലാതെ ഈ ലെറ്റേഴ്സ് എല്ലാം എടുത്ത് ജമ്പിൾ ചെയ്ത് കിട്ടുന്ന വേർഡ്സിന്റെ എണ്ണം. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? n factorial divided by n1 factorial, n2 factorial. ഈ n1 n2 ഒക്കെ എന്താ സെയിം ആയിട്ട് വരുന്നതോ നോക്കുക. ഇവിടെ നമുക്ക് n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 എണ്ണം
ഉണ്ട് ടോട്ടൽ ലെറ്റേഴ്സ്. ഇതിനകത്ത് ഒരുമിച്ച് വരുന്നത് എം ഒന്നേ ഉള്ളൂ, ഐ 4 ഉണ്ട്, എസ് 4 ഉണ്ട്, പി 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഫാക്ടോറിയൽ. അപ്പോൾ ഇത് 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്നത് 34,650 ആണ്. ഇത് നമുക്ക് കിട്ടിയത് ടോട്ടൽ അറേഞ്ച്മെന്റ്സ്. ഇനി ഐ ഒരുമിച്ച് വരുമ്പോഴുള്ള അറേഞ്ച്മെന്റ്സ് നോക്കാം. മിസിസിപ്പി എന്ന വാക്കിലെ ഈ 4 ഐയും കൂടി ഒരുമിച്ച് വരണം. അപ്പൊ ബാക്കി ഒന്നൊന്ന് എഴുതി നോക്കാം നമുക്ക്. ഒരു അറേഞ്ച്മെന്റ് എം എസ് 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 പി പി, ഇനി 4 ഐ. ഓക്കെ, ഇത് ഒരു അറേഞ്ച്മെന്റ് ആണ്. ഈ 34,650 ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ രീതിയിൽ. ഇതിങ്ങനെ ഐ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഈ ഐ നമ്മൾ ഒരുമിച്ച് ഇരിക്കത്തുള്ളൂ. അത് സെക്കൻഡ് പ്ലേസിലാകാം, എം കഴിഞ്ഞിട്ട് ഉടനെ വരാം, അല്ലെങ്കിൽ എസ് കഴിഞ്ഞിട്ട് ഉടനെ വരാം, 2 എസ് കഴിഞ്ഞിട്ട് വരാം. ഈ ഐ എല്ലാം കൂടെ പോകുമ്പോഴെല്ലാം ഒരുമിച്ചേ ഇരിക്കുള്ളൂ. അങ്ങനെയുള്ള എത്ര അറേഞ്ച്മെന്റ്സ് അത് നമ്മൾ നോക്കുന്നതിന് ഈ ഐ എല്ലാം കൂടി ഒറ്റ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കണം. ഒരു യൂണിറ്റ്, ഒരു ലെറ്റർ ആയിട്ട് പരിഗണിക്കാം. ഒരു ഐയെ ഉള്ളൂ എന്ന് വിചാരിക്കുക അവിടെ. അതായത് ഐ എടുത്ത് മാറ്റി വെച്ചാൽ ഈ 4 ഐ കൂടെ ഒരുമിച്ച് പോകും അല്ലെ? അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കേസിൽ മനസ്സിലായല്ലോ, ഇതിനെ ഒറ്റ യൂണിറ്റ് ആക്കി പരിഗണിക്കുക, നമ്മൾ ഒരു ലെറ്റർ ആക്കി പരിഗണിക്കുക, 4 ഐ. അപ്പൊ നമുക്ക് അവിടുത്തെ ആ ഒരു കേസിലെ ടോട്ടൽ നമ്പർ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ എസ് 1 2 3 4 5 6 7, പിന്നെ ഈ എല്ലാ ഐയും കൂടി ഒന്നാക്കി, അപ്പൊ 8 ലെറ്റേഴ്സ് ടോട്ടൽ നമ്പർ. ഈ സെയിം ആയിട്ട് വരുന്ന എന്തൊക്കെയുണ്ട് അവിടെ? എസ് 4, പി 2, ഐ എല്ലാം കൂടി ഒന്നാക്കി വെച്ചേക്കുക. അപ്പൊ അത് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ അറേഞ്ച്മെന്റ്സ്. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് when all i's come together. ഈ എല്ലാ ഐയും കൂടി ഒരുമിച്ച് വരുമ്പോഴുള്ള അറേഞ്ച്മെന്റ്സ്. ഇനി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 840. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഐ ഒരുമിച്ച് വരാത്തത് നമുക്ക് ടോട്ടലും കിട്ടി, ഐ ഒരുമിച്ച് വരുന്നതും കിട്ടി. ഇനി വരാത്തത് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അല്ലെ? The number of arrangements when all i's not come together is 34,650 നിന്ന് 840 മൈനസ് ചെയ്യുക. ഓക്കെ, that is the answer is 33,810. 33,810 രീതിയിൽ ഐ ഒരുമിച്ച് വരാതെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7.3 in how many ways can the letters of the word permutations be arranged if the words start with P and end with S? പെർമ്യൂട്ടേഷൻ എന്ന വാക്ക് നകത്ത് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നാണ് ഇപ്പം ചെയ്യാൻ അറിയാം അല്ലെ? ടോട്ടൽ നമ്പർ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. 1 2 3 ക്വസ്റ്റ്യൻസിൽ കണ്ടീഷൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർഡ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. അതായത് ഈ പെർമ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് ജംബിൾ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും എസ് വെച്ച് എൻഡ് ചെയ്യുകയും ചെയ്യണം. പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, എസ് വെച്ച് എൻഡ് ചെയ്യുക. ഇതിനിടയ്ക്കുള്ള ലെറ്റേഴ്സ് മാത്രമേ ജംബിൾ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്കുള്ള ലെറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട് അതിനെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇതവിടെ ഫിക്സ്ഡ് ആണ്, പിയും എസും. ഇനി അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 എണ്ണം. അപ്പൊ ടോട്ടൽ നമ്പർ ഈസ് 10 അല്ലെ? n ഫാക്ടോറിയലിനകത്ത് നമ്മൾ 10 ഫാക്ടോറിയൽ ആണ് എഴുതേണ്ടത്. ഇവിടെ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 ടി ഉണ്ട് അല്ലെ? അപ്പൊ 2 ടി എന്ന് പറയുമ്പം അറേഞ്ച്മെന്റ്സ് വരുന്നത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ഈ പി എ എസ് എ മൈൻഡ് ചെയ്യുന്നില്ല, അതങ്ങ് അവിടെ ഫിക്സ്ഡ് ആണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു
10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടി 2 പ്രാവശ്യം ഉള്ളത് കൊണ്ട് 2 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ആൻസർ ഈസ് 1814400. ഇത്രയാണ് വരുന്നത്. ഇതിങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എഴുതിയിരുന്നാലും മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വവൽസ് ആർ ഓൾ ടുഗദർ. വവൽസ് എല്ലാം ഒരുമിച്ചേ വരാവൂ. പെർമുട്ടേഷൻസിനകത്തെ വവൽസ് എല്ലാം ഒരുമിച്ചേ വരാവൂ. എത്ര വവൽസ് ഉണ്ട്? പെർമുട്ടേഷൻസ് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. പെർമ്യൂട്ടേഷൻസ്. ഓക്കെ, വവൽസ് എത്ര എണ്ണം? ഇ, യു, എ, ഐ, ഓ, എല്ലാ വവൽസും ഉണ്ട് അല്ലെ. അതിനകത്ത് 5 വവൽസും ഉണ്ട്. അപ്പൊ വവൽസ് 5 എണ്ണം. അപ്പൊ ടോട്ടൽ എത്രയാണ്? 2, 4, 6, 8, 10, 12 എണ്ണമാണ്. അപ്പൊ കൺസണൻസ് എത്രയാണ്? വവൽസ് അല്ലാത്തതിനെയാണ് കൺസണൻസ് എന്ന് വിളിക്കുന്നത്. കൺസണൻസ് ഇസ് ഈക്വൽ ടു 7. അപ്പൊ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ വവൽസ് എ, ഐ, ഒ, യു ഒരുമിച്ചേ വരാവൂ. ഒറ്റ യൂണിറ്റ് ആയിട്ടേ വരാവൂ. ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് അപ്പം 7 കൺസണൻസും 5 വവൽ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒറ്റ യൂണിറ്റ് ആക്കി ഒരുമിച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ നേരത്തെ ഐ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു യൂണിറ്റ് ആക്കി ഒന്നാക്കി കൺസിഡർ ചെയ്തില്ലേ, അതേപോലെ അറേഞ്ച് ചെയ്യുമ്പോൾ വവൽസ് എല്ലാം ഒരുമിച്ചിരിക്കണമെങ്കിൽ 5 വവലിനെയും കൂടി ഒറ്റ യൂണിറ്റ് ആക്കി കൺസിഡർ ചെയ്തു. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 8 എന്നെടുക്കണം. കാര്യം 7 കൺസണൻസ് മാറ്റി മാറ്റി നമുക്ക് എടുക്കാം, ജമ്പിളാക്കി എടുക്കാം. പക്ഷെ 5 വവൽസിനെ ഒറ്റയടിക്ക് ഒട്ടിച്ച് വെക്കണം അല്ലെ. അപ്പം അതിനെ 8 ടോട്ടൽ ആക്കിയിട്ടേ എടുക്കാൻ പറ്റും. അപ്പൊ ടോട്ടൽ നമ്പർ ഈസ് 8. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരത്തെയുള്ള ഇക്വേഷൻ അനുസരിച്ച് ഇതേപോലത്തെ 10 ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ വെച്ച് ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, അതിനകത്ത് അതായത് കൺസണൻസിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ടി 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് 2 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഇനി കുറച്ചും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. 5 കൺസണൻസ് എ, ഇ, ഐ, ഒ, യു. ഈ ഒരു രീതി മാത്രമല്ല, ഇതിനകത്ത് തന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. എ, ഇ വരണമെന്നില്ല, എ, ഐ വരാം. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു അറേഞ്ച്മെന്റ് വരും. ഇത് ഒരുമിച്ച് ഇതേ ഫോമിൽ ഇരിക്കുമ്പോഴാണ് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഉള്ളത്. അങ്ങനെ ഇതിനകത്തുള്ള ഓരോ അറേഞ്ച്മെന്റ്, ഇതിന് അറേഞ്ച്മെന്റ് മാറി വരാം. ഇതിലെ അറേഞ്ച്മെന്റ്സ് എത്ര എണ്ണം വരും? 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് 5 ഫാക്ടോറിയൽ. അപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വെൻ ഓൾ ദ വവൽസ് കം ടുഗദർ in one way. അതായത് ഒരു രീതിയിൽ വവൽസ്, അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് വവൽസ് അടങ്ങി ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. പക്ഷേ അതിനകത്ത് തന്നെ വീണ്ടും 5 ഫാക്ടോറിയൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതിന്റെ വാക്ക് എന്ന് പറയുന്നത് ഇൻ ഈച്ച് ഓഫ് സച്ച് അറേഞ്ച്മെന്റ്സ് 5 vowels can be arranged in 5 factorial ways. അപ്പൊ അതും കൂടി റീസൺ ആയിട്ട് താഴോട്ട് എഴുതണം. അപ്പൊ ഈ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്നുള്ള ഓരോ അറേഞ്ച്മെന്റിനകത്തും വീണ്ടും അറേഞ്ച്മെന്റ് മാറി വരും. അതായത് വവൽസിന്റെ അറേഞ്ച്മെന്റ് മാറി വരും. ഇൻ ഈച്ച് ഓഫ് സച്ച് അറേഞ്ച്മെന്റ്സ് 5 vowels can be arranged in 5 factorial ways. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് is equal to 8 factorial by 2 factorial into 5 factorial, which is the answer. അത് നമുക്ക് നമ്പർ ആയിട്ട് എടുക്കുമ്പോൾ 2419,200 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. There are always 4 letters between P and S. പിക്കും എസിനും ഇടയ്ക്കും 4 ലെറ്റേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ടോട്ടൽ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കിയായിരുന്നു, 12 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 12 ലെറ്റേഴ്സിൽ ഫസ്റ്റ് പൊസിഷനിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമ്മൾ 12 പൊസിഷൻ എഴുതി വെച്ചു. ഈ പൊസിഷനിൽ ഇങ്ങനെ ലെറ്റേഴ്സ് മാറി മാറി വരും. അങ്ങനെ വരുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. There are always 4 letters between P and S. അപ്പൊ P നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് 4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് S വരാവും. ഓക്കെ, അപ്പം P ഏതൊക്കെ പൊസിഷനിൽ വന്നു? P ആൻഡ് S. ഫസ്റ്റ് പൊസിഷനിൽ P ആണെങ്കിൽ S വരുന്നത് 6th പൊസിഷനിലാണ്.
അതുപോലെ സെക്കൻഡ് പൊസിഷനിലാണ് പി വരുന്നതെങ്കിലോ, സെക്കൻഡ് പൊസിഷനിൽ പി വരുന്നതെങ്കിൽ, പി ഇവിടെ ആയിരുന്നുവെങ്കിൽ അവിടുന്ന് 4 1 2 3 4 കഴിഞ്ഞിട്ട് ഇവിടെ വേണം എസ് വരാൻ. എസ് വരുന്നത് 7th പ്ലേസിലാണ്. അപ്പൊ സെക്കൻഡ് ആണെങ്കിൽ 7th പ്ലേസ്. അപ്പൊ പി തേർഡിലാണെങ്കിൽ 8th പ്ലേസ്, ഫോർത്തിലാണെങ്കിൽ 9th പ്ലേസിൽ വരണം. 5th പ്ലേസിലാണ് പി എങ്കിൽ 10th പ്ലേസിലാണ് എസ് വരേണ്ടത്. 6th പ്ലേസിലാണെങ്കിൽ 11th പ്ലേസിൽ എസ് വരണം. അതുപോലെ 7th പ്ലേസിൽ വന്നാൽ 12th പ്ലേസിൽ എസ് വരണം. 8th പ്ലേസിൽ വന്നാൽ 13th പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, 12 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. ഇത് വീണ്ടും തിരിച്ചും വരാം. അപ്പൊ ഇത് എത്ര കണ്ടീഷൻസ് ഉണ്ട്? 2 4 6 1 7 കണ്ടീഷൻ, 7 കേസസ് നമ്മൾ എഴുതി. ഇത് തിരിച്ചു വരാലോ. എസ് പിക്കും എസിനും ഇടയിൽ 4 വേണമെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് എസ് കൊടുക്കുവാണെങ്കിൽ 4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ പി വരാം, അതായത് തിരിച്ചു വരാം. അത് വേറൊരു കണ്ടീഷനാണ്. അതായത് പി ഓർ പി 6th പൊസിഷനിലാണെങ്കിൽ എസ് ഫസ്റ്റ് പൊസിഷനിൽ വരാം. അങ്ങനെ വീണ്ടും ഒരു 7 എണ്ണം നമുക്ക് എഴുതാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഈസ് ഈക്വൽ ടു 14. അപ്പൊ 14 കേസ് അങ്ങനെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ജംബിളായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് പി ഒരു കേസ് നമുക്ക് നോക്കാം. പിയും എസും ഇവിടെ ഫസ്റ്റ് കേസിൽ, അതായത് ഫസ്റ്റ് പ്ലേസിൽ പിയും 6th പ്ലേസിൽ എസും അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ഇതുപോലെ പിയും എസും നേരത്തെ ഫസ്റ്റും ലാസ്റ്റും പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ ഉള്ള പ്രോബ്ലം ചെയ്തതാണ്. ഫസ്റ്റ് കേസ് ആയിട്ട് ചെയ്തതാണ് അല്ലെ. അവിടെ എന്താണ്, പിയും എസും അവസാനവും ആദ്യവുമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ്. ഇവിടെയും അത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ച പൊസിഷൻ ഒന്ന് മാറ്റണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് പ്ലേസിലും 6th പ്ലേസിലും ഫിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഉള്ള നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈ 14 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ above 1 കേസ്. ഒരു കേസിൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് 10 ഫാക്ടോറിയൽ. 10 വന്ന എന്താ, 12 2 ഫിക്സ് ചെയ്ത് വെച്ചു. 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഈ 2 ഫാക്ടോറിയൽ ഏതിന്റെയാ? ടിയുടേത്. ടി റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ ഒരു അറേഞ്ച്മെന്റിനകത്ത് ഇത്രയും നടക്കും. അങ്ങനെയാണെങ്കിൽ ഈ 14 അറേഞ്ച്മെന്റും കൂടി ഉള്ളതിനകത്ത് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു arrangement is equal to 14 into 10 factorial by 2 factorial. Okay, 2 5 4 0 1 6 0 0. That is the answer. അപ്പോൾ ഇത്തരം എക്സസൈസുകൾ ഒരുപാട് കളക്ട് ചെയ്ത് ഒരുപാട് ചെയ്ത് നോക്കിയാലും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും.